السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. الصلاة والسلام عليك يا سيدي يا رسول الله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷമൊക്കെ എന്താ പറയേണ്ടത് എന്നുള്ള ദിക്റൊക്കെ പഠിച്ചു. നമ്മളതൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും എന്ന് മനസ്സിലാക്കുക. ബാബു മാ ജാ ഫി ഖദഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ വെള്ളം കുടിക്കുന്ന പാത്രത്തെക്കുറിച്ച് പറയുന്ന പാഠമാണ്. സാബിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അഖ്റജ ഇലൈന അനസ് ബിൻ മാലിക് ഖദാ ഖസബിൻ ഖലീദൻ മുളബ്ബബൻ ബിഹദീദിൻ യാ സാബിത്ത് ഹാദാ ഖദഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ബിൻ മാലിക് എന്നവർ നബിൻ്റെ ഖാദിമാണ്. ഞങ്ങൾക്കൊരു ഗ്ലാസ് എടുത്തു തന്നു. ചെറിയൊരു കോപ്പ, ഒരു മരത്തിൻ്റെ കോപ്പയാണ്. വലിയതൻ, നല്ല തടിച്ചിട്ടുള്ള. മുളബ്ബബൻ ബി ഹദീദിൻ, അതിന് ഇങ്ങനെ ഇരുമ്പ് കൊണ്ട് അതിന് വട്ടിട്ടിട്ടുണ്ട്. ഒരു വേറെ ഗ്ലാസ് ഉണ്ടായിരുന്നു, വെള്ളിൻ്റെ ഒരു വക്കുണ്ടായിരുന്നു. ഈ ഗ്ലാസ്സുകൾക്കൊക്കെ എന്താ ഒരു വക്കുണ്ടാവുമല്ലോ, അതാണ് പഴയകാലത്തെ ഗ്ലാസ്. ഇപ്പോഴത്തെ കുപ്പി ഗ്ലാസിനെ കുറിച്ചല്ല പറയുന്നത്. ഇങ്ങോട്ട് പറഞ്ഞു, സാബിത്തെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗ്ലാസ്സാണ് എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സഖൈതു റസൂലല്ലാഹി ബിഹാദൽ ഖദഹി ശറാബ കുല്ലാൽ മാആ വൻ നബീദ വൽ നസല വൽ ലബന. ഈ ഗ്ലാസ്സിൽ ഞാൻ റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്. വൻ നബീദ, മുന്തിരി ജ്യൂസ് കൊടുത്തിട്ടുണ്ട്, തേന് കൊടുത്തിട്ടുണ്ട്, പാല് കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഈ നബീദ് എന്ന് പറഞ്ഞാൽ രാത്രി അതിൽ മുന്തിരിയോ കാരക്കയോ ഒക്കെ ഇട്ടുവെക്കും. വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുക്കും, എന്നിട്ട് രാത്രി അതിലെന്ത് ചെയ്യും, മുന്തിരിയോ കാരക്കയോ ഒക്കെ ഇട്ടുവെക്കും. നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് വരെ എന്ത് ചെയ്യും, ആ വെള്ളം കുടിക്കും. കുറഞ്ഞൊരു മധുരം ഉണ്ടാവും, നല്ലതാണ്, ശരീരത്തിന് നല്ല പോഷകം കിട്ടും. മുന്തിരിയോ ഇതൊക്കെ ഇട്ടിച്ചിട്ട് 1-2 ദിവസമൊക്കെ കുടിച്ചാൽ മസ്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിറ്റേന്ന് രാവിലെയും കുടിക്കും, പിറ്റേന്ന് രാത്രിയും കുടിക്കും, അതിൻ്റെ പിറ്റേന്ന് അസർ വരെ കുടിച്ചിരുന്നു എന്നാണ്. എന്നിട്ടാൽ മറ്റന്നാൾ വൈകുന്നേരം വരെ ആ വെള്ളം കുടിക്കുമായിരുന്നു. കാരണം അത് ആരോഗ്യത്തിന് വലിയ ഗുണം ചെയ്യുന്നതാണ്. ഏത്, ഈ മുന്തിരി ഈത്തപ്പഴമൊക്കെ ഇട്ടിച്ചിട്ടുള്ള ആ വെള്ളം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. വൈദ്യശാസ്ത്രപരമായിട്ട് എത്രത്തോളം കൂടെ ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. ബാബു മാ ജാ ഫി ഫാക്കിഹത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കഴിച്ചിരുന്ന പഴങ്ങളെക്കുറിച്ചുള്ള പാഠമാണ്. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കാന നബി യഅകുലുൽ ഖിസാഅ ബിറുതബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കക്കരി കഴിച്ചിരുന്നു. ബിറുതബി, ഈത്തപ്പഴത്തിൻ്റെ കൂടെ. അപ്പോൾ ഈത്തപ്പഴവും കക്കരിയും ഒന്ന് നല്ല ഉഷ്ണമാണ്, ചൂടാണ്, മറ്റൊരു തണുപ്പാണ്. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ എന്തായി, അതിന് ഒരു ബാലൻസിങ് വന്ന് ഇതിനു വേണ്ടി അങ്ങനെ കഴിക്കുന്നത്. ഈത്തപ്പഴം ചൂടല്ലേ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅകുൽ ബിത്തീഖ ബിറുതബി. നബി ബിത്തീഖ് കഴിക്കാറുണ്ടായിരുന്നു, ഈത്തപ്പഴവും കൂടെ കഴിക്കും. അപ്പം ബിത്തീഖ് കാരണം എന്താ, വത്തക്ക അല്ലേ, നമ്മുടെ വത്തക്ക എന്നാണ് പറയല്. വേറെ എന്തെങ്കിലും സാധനമാണെന്നറിയില്ല.
ഏതായാലും വത്തക്ക തണുപ്പാണ്, ഈത്തപ്പഴം ചൂടാണ്. അപ്പോൾ രണ്ടും കൂടി കഴിക്കുമ്പോൾ എന്താവും, ഒരു ബാലൻസിങ് കിട്ടും, ഒരു സമതുലിതാവസ്ഥ കിട്ടും. നമ്മളിപ്പോൾ നോമ്പറക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, ഈത്തപ്പഴം ഉണ്ടാവും, വത്തക്ക ഉണ്ടാവും, എല്ലാം ഉണ്ടാവില്ലേ, മുന്തിരിയൊക്കെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്മാഉ ബൈനൽ ഖിർബിസി വറുത്തബി. തങ്ങൾ ഖിർബിസും റുത്തബും ഈത്തപ്പഴവും കൂടെ കൂട്ടി കഴിക്കുന്നത് ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വത്തക്ക എന്ന് പറഞ്ഞാൽ മഞ്ഞ വത്തക്കയായിരുന്നു എന്നുള്ളതാണ്. അതാണ് അത്ര അറേബ്യൻ രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ മഞ്ഞ വത്തക്ക വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഖിർബിസ്, അത് വത്തക്കക്കുള്ള വേറെ പേരാണ്, മഞ്ഞ വത്തക്കക്കുള്ള പേരാണ് ഈത്തപ്പഴം. ആയിഷ റളിയല്ലാഹു അൻഹാ നബി അക്കൽ വിത്തി ബിറുത്തബി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, കാനൻ നബി ഇദാ റഅു അവ്വല സമരി ജാഊ ബിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ വീട്ടിലെ കൃഷിത്തോട്ടത്തിൽ ഈത്തപ്പന മരത്തിൽ ആദ്യമായിട്ട് ഈത്തപ്പന കുലക്കുമ്പോൾ, കായുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുന്തിരിയോ ആരൊക്കെ എന്താവട്ടെ, ആദ്യത്തെ ആ പഴം ജാഊ ബിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങൾക്ക് കൊണ്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെ നബി ഇത് വാങ്ങും, കാരണം മദീനക്കാർ സന്തോഷമാണ്. തെങ്ങുമല ആദ്യം കുലക്കുന്ന തേങ്ങ, ആദ്യത്തെ ഈത്തപ്പഴം കുല, വേറെന്തൊക്കെ ഉണ്ടാക്കല്, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വാങ്ങിയിട്ട് പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സിമാരിന വബാരിക് ലനാ ഫീ മദീനത്തിന വബാരിക് ലനാ ഫീ സാഇന വമുദ്ദിന. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിമ അബ്ദുക വഖലീലുക വനബിയ്യുക വഇന്നി അബ്ദുക വനബിയ്യുക വഇന്നഹു ദഅാക ലിമക്ക വഇന്നി അദ്ഊക ലിൽമദീന ബിമിസ്ലി മാ ദഅാക ബിഹി ലിമക്ക വലിമിസ്ലിഹി മഅഹു സുമേദുഹു അസ്ഗറ വലീദിൻ യറാഹു ഫയുഅതീഹി ദാലിക സമറ. എന്താണിതൊക്കെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലാത്തൊരു മാതൃക. ഇതുപോലെ മുത്തുനബിക്കല്ലാതെ ആർക്കാ കഴിയാം? സ്നേഹമാണ് നബി. അപ്പോൾ നബി തങ്ങളുടെ അടുത്തേക്ക് അത് കൊണ്ടുകൊടുത്താൽ നബി നന്നായിട്ട് ദുആയിരുന്നു കൊടുക്കും. എന്താ ദുആ? അല്ലാഹുവേ, ഞങ്ങളെ പഴങ്ങളിൽ നീ അഭിവൃദ്ധി നൽകണം, ഞങ്ങളുടെ ഈ മദീനയിൽ നീ ബർക്കത്ത് നൽകണം, ഞങ്ങളുടെ അളവ് പാത്രമായ സ്വായിലും മുദ്ദിനും നീ ബർക്കത്ത് ചെയ്യണം. മുദ്ദ് ചെറിയ പാത്രമാണ്, നായി പാത്രമാണ്, മറ്റേത് ഇടങ്ങയ്യാണ്. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിം അബ്ദുക വ ഖലീലുക വ നബിയ്യുക. അല്ലാഹുവേ, നിൻ്റെ അടിമ ഇബ്രാഹിം നബി നിൻ്റെ അടിമയും നിൻ്റെ ചങ്ങാതിയും നിൻ്റെ നബിയുമാണ്. ഞാൻ നിൻ്റെ അടിമയും നിൻ്റെ നബിയുമാണ്. ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ദ്വാരുന്നു, ഞാനിതാ മദീനയ്ക്ക് വേണ്ടി ദ്വാരിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി ദ്വാരുന്നത് എന്തോ, ആ ദ്വാക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ മക്കൾക്ക് വേണ്ടി ദ്വാരുന്നത്, അതും അതിന് തുല്യമായതും മക്കയോടൊപ്പം, മക്കൾക്ക് കിട്ടിയത് മാത്രം പോരാ, അതിൻ്റെ അത്രയും കൂടെ ഞാൻ മദീനയ്ക്ക് വേണ്ടി എന്നോട് ചോദിക്കുന്നു എന്ന് പറയും. അതാണ് മദീനൻ്റെ പ്രത്യേകത. അങ്ങനെ സുമ്മയതു അസ്ഗറ വലീദിൻ യറാഹു. അപ്പോൾ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഓരോ കുട്ടികളിങ്ങനെ നടക്കണ്. ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടീനെ വിളിക്കും. ഏറ്റവും ചെറിയ കുട്ടിയെ വിളിച്ചിട്ട് ഫയഅതീഹി ദാലിക സമറ, ആ പഴ ആ കുട്ടിക്ക് കൊടുക്കും. കുറേ കുട്ടികളുണ്ടാവുമല്ലോ, അതിൽ പ്രായം കുറഞ്ഞ കുട്ടികളെ വിളിച്ചിട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ മോനെ എന്ന് പറഞ്ഞിട്ട് നബിക്ക് കൊടുത്ത സമ്മാനം ആ കുട്ടികൾക്ക് സമ്മാനിക്കും. മദീനയിൽ ഓരോ വീട്ടുകാരും വലിയ സംതൃപ്തിയിലാണ്. നബിയുടെ അയൽവാസികൾ വീട്ടിലുണ്ടാകുന്നു, അത് നബിക്ക് കൊണ്ടുകൊടുക്കണു, നബി സ്വീകരിക്കുന്നു, ദുആ ചെയ്യുന്നു, എന്നിട്ട് ആ മദീനയിലെ ആ ചെറിയ കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ കുട്ടികളിങ്ങനെ നോക്കി നിൽക്കാൻ മതി. നബിക്കാരെങ്കിലൊക്കെ സമ്മാനം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് കരുതിയിട്ടേ അടുത്ത അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാൻ മതി. മദീനയിലെ കുട്ടികളല്ലേ, സഹാബിയുടെ മക്കളല്ലേ. റുബയ്യ ബിൻത്ത് മുഅവ്വിദ് ബിൻ അഫ്രാ എന്ന് പറയുന്ന സ്വഹാബി വനിത റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുആദ് ബിൻ അഫ്രാ
എന്നെ അയച്ചു. ബിഖിനാഇ മിൻ റുത്തബിൻ, കുറച്ച് ഈത്തപ്പനയുടെ ഒരു കൊലയും, വാലിഹി മിൻ ഖിസായി സുഹബിൻ, അതുപോലെ കക്കരി. ചെറിയതാണ്. അലിഹി അജിരിൻ മിൻ ഖിസായി സുഹബ്. ഖിസായി സുഹബ് എന്ന് പറഞ്ഞാൽ സുഹബിൻ്റെ അർത്ഥം അത് ഇങ്ങോട്ട് ഉണ്ടായിട്ടേ ഉള്ളൂ, ചെറിയ ഇളയ കക്കരി. അപ്പോൾ ഇളം കക്കരിയും പിന്നെ കുറച്ച് ഈത്തപ്പഴം. വക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ ഖിസ, നബിക്ക് കക്കരി ഇഷ്ടമായിരുന്നു. ഫഅതൈതുഹു ബിഹി വഇൻദഹു ഹില്യത്തുൻ ഖദ് ഖദിമത് അലൈഹി മിനൽ ബഹ്റൈൻ ഫമല യദഹു മിൻഹാ ഫഅതാനിഹ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ മുആദ് ബിൻ അഫ്രാ ആരെ പറഞ്ഞാൽ റുബയ്യ ബിൻത്ത് മുഅവ്വിദിൻ്റെ മകൾ റുബയ്യനെ പറഞ്ഞേച്ചു എന്നാണ് പറഞ്ഞത്. ആ പെണ്ണിനെ, ഭാര്യനെ പറഞ്ഞേച്ചു. ഭാര്യനെ പറഞ്ഞേക്കാൻ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ആ കക്കരിയും ആ ഈത്തപ്പഴം കൊണ്ടുകൊടുക്കാൻ വേണ്ടി. അപ്പോൾ നബി ഇത് വാങ്ങി. അപ്പോൾ നബിൻ്റെ അടുത്ത് കുറേ ആഭരണങ്ങളൊക്കെ ഉണ്ട്. ഏതോ ബഹ്റൈനിൽ നിന്ന് വന്ന സക്കാത്തിൻ്റെ മറ്റുമൊക്കെ കുറേ സ്വർണ്ണാഭരണങ്ങളോ വെള്ളിയാഭരണങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഫമല യദഹു മിൻഹ, നബിൻ്റെ മുന്നിലുള്ള ആ ആഭരണങ്ങൾ രണ്ട് കൈയും കൂട്ടി ഇങ്ങോട്ട് ഒന്നിച്ചിങ്ങോട്ട് വാരി. ഫഅതാനി, അതൊക്കെ എൻ്റെ കൈക്ക് ഇങ്ങോട്ട് തന്നു. ആരെ കൈക്ക്? ബീവി റുബയ്യ ബിൻത്ത് മുഅവ്വിദിൻ്റെ കൈവശം കൊടുത്തു. നബിൻ്റെ ദാനധർമ്മമാണത്. നബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. കുറച്ച് കക്കരിയും, കുറച്ച് നല്ല ഇളം കക്കരിയും, കുറച്ച് ഈത്തപ്പഴവും കൊണ്ടുകൊടുത്തു. അപ്പോൾ നബിക്ക് എൻ്റെ മുന്നിൽ അപ്പോൾ കുറേ സ്വർണ്ണാഭരണങ്ങളാണുള്ളത്, ബഹ്റൈനിൽ നിന്ന് വന്നേ, സക്കാത്തോ മറ്റോ ഒക്കെ ആയിട്ട്. അപ്പം എന്ത് ചെയ്തു? രണ്ട് കൈയോടും കൂടി വാരിയോടെ കൊടുത്തു. നല്ലൊരു സംഖ്യ ഉണ്ടാവൂലേ, മുതലായില്ലേ? സ്വർണം തന്നെ ഇരുന്നത്, വെള്ളിയല്ല. രണ്ട് കൈയോടും കൂടി വാരി അത്ര സ്വർണ്ണം ഉണ്ടാവും. അത് മൊത്തം കൊടുത്തു. വിധങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ആളാണ്, എണ്ണിക്കൊടുക്കുന്ന ആളല്ല. സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ബാബു മാ ജാ ഫീ സിഫത്തി ശറാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാനീയത്തെക്കുറിച്ച് പറയുന്ന പാഠമാണ്. ആയിഷ ബീവി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാന അഹബ്ബ ശറാബി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹുലുവുൽ ബാരിദ്. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളം, പാനീയം, അത് തണുത്ത മധുരമുള്ള വെള്ളമായിരുന്നു. അപ്പോൾ തേന് കലർത്തിയ വെള്ളം, അതുപോലെ ഈത്തപ്പന, നേരത്തെ പറഞ്ഞില്ലേ ഈത്തപ്പഴട്ട് വെള്ളം കുറഞ്ഞ മധുരം ഉണ്ടാവും. മുന്തിരി ഇട്ടച്ച വെള്ളം കുറഞ്ഞ മധുരം ഉണ്ടാവും. തേനൊഴിച്ച വെള്ളം, അങ്ങനെയൊക്കെയുള്ള വെള്ളം. ഇനി ശുദ്ധ വെള്ളം അങ്ങനെ ആകാം, അതിനുണ്ടാവും ചെറിയൊരു മധുരം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസൊക്കെ നബിൻ്റെ വീട്ടുകാരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് ആയിഷ ബീവി, ഇബ്നു അബ്ബാസൊക്കെ റസൂലുള്ളാഹിയുടെ ഡാപ്പാൻ്റെ മോനാണ്. ദഖൽതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാ വ ഖാലിദ് ബിൻ വലീദ് അല മൈമൂനത. ഞാനും നബി അല്ലാഹുവിൻ്റെ റസൂലും ഞാനും ഖാലിദ് ബിൻ വലീദും മൈമൂന ബീവിൻ്റെ അടുത്തേക്ക് ചെന്നു. മൈമൂന ബീവി ആരാ? നബിൻ്റെ ഭാര്യയാണ്, പത്നിയാണ്. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ, ഖുറൈശി പ്രമുഖയാണ്. അവരെ ഖബർ മക്കത്താണുള്ളത്. വലിയ ധർമ്മിഷ്ഠയായിരുന്നു. ഫജാഅത്ന ബിനാ മിൻ ലബനിൻ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പാലാണ് മൈമൂന ബീവി കൊണ്ടുവന്നത്. ശരീബ റസൂലുള്ളാഹി വാന അലാ യമീനി വ ഖാലിദുൻ അൻ ശിമാലി. അപ്പോൾ നബി തങ്ങൾക്ക് കൊടുത്തു, നബി തങ്ങൾ കുടിച്ചു. വലത്തെ ഭാഗത്ത് ഞാനും ഇടത് വശത്ത് ഖാലിദ് വലീദുമാണ്. അപ്പോൾ നബി തങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാത്രം എനിക്ക് വന്നു, വലത് വശത്തുള്ള എനിക്ക് വന്നു. അശുർബത്തിലേക്ക്, ഇനി കുടിക്കാനുള്ള ചാൻസ് നിനക്കാട്ടോ എന്ന് പറഞ്ഞു. ഫൈൻ ഷീ താസർ തബിഹ ഖാലിദൻ, വേണമെങ്കിൽ നിനക്ക് ഖാലിദിന് കൊടുക്കാം, മുതിർന്ന ആൾ നിനക്ക്. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയല്ലേ, പക്ഷേ വലത്തെ ആൾ
ഇബ്നു അബ്ബാസ് കുട്ടിയാണെങ്കിലും വലത്തേയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഭംഗി. അപ്പോൾ കുൽത്തുമാ കുന്തുരി ഊസിറാല സുരിക അഹദ. അപ്പം ഞാൻ പറഞ്ഞു, ചെറിയ കുട്ടിയാണ് ഇബ്നു അബ്ബാസേ, നബി നിങ്ങളുടെ ബാക്കി ഞാൻ വേറെ കൊടുക്കേ, ഞാൻ ആർക്കും കൊടുക്കില്ല പറഞ്ഞു. ഖാലിദ് വലീദ് വലിയ ആളാണ്, പ്രമാണിയാണ്, വലിയ മുതിർന്ന ആളാണ്. സൈഫുല്ലാ, അള്ളാഹുവിൻ്റെ വാൾ എന്ന് അള്ളാഹു റസൂൽ വിശേഷിപ്പിച്ച ആളാണ്. എനിക്ക് കിട്ടിയ റസൂലുള്ളാഹിൻ്റെ ബാക്കി കിട്ടിയ ഞാൻ വേറെ ആർക്കും കൊടുക്കാൻ ആർക്കും കൊടുക്കില്ല പറഞ്ഞു.